റിലീസായി. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിന് മറുപടി തരാനുമാണ് ക്രൂവും ആർട്ടിസ്റ്റും ഇവിടെ ഉള്ളത്. അപ്പോൾ സിനിമ വളരെ നല്ല അഭിപ്രായത്തോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടായിരുന്നോ? റെസ്പോൺസിൽ എവിടെയൊക്കെയോ കണ്ടു. എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പകുതി പേര് കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്ക് എന്താ തോന്നിയത്? സർട്ടിഫിക്കറ്റിനുള്ള സിനിമ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ സംവിധായകൻ്റെ കയ്യിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യാണ്. നമസ്കാരം. വളരെ വളരെ നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഞങ്ങൾക്കിത് റിലീസ് ചെയ്യാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് കുറേ ടെക്നിക്കൽ ഇഷ്യൂസും കുറേ NOCകളുടെ ഡിലേയും കാരണം റിലീസ് ഡേറ്റ് കറക്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. 24-ാം തീയതി വൈകുന്നേരത്തോളാണ് ഞങ്ങൾക്ക് ബാക്കിയെല്ലാം അറേഞ്ചായി വന്നത്. അപ്പോൾ 25-ാം തന്നെ റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിലെ കുറവുകളുണ്ടായിരുന്നു. പിന്നെ എവിടെയൊക്കെ ഷോ നടക്കുന്നു എന്ന് ജനങ്ങളിലേക്കും എത്താൻ വളരെ വൈകി. ഇപ്പോൾ ഒരുവിധം പ്രേക്ഷകർക്ക് അറിഞ്ഞു തുടങ്ങി, എല്ലാവരും കയറി തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു മനോഹര ചിത്രം നിങ്ങളുടെ മുന്നിൽ ഇറക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് എത്തിച്ച് ഞങ്ങൾ ഈ സിനിമ വിജയിപ്പിക്കണമെങ്കിൽ ഇനി ഞങ്ങൾക്കിപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ എല്ലാവരിലേക്കും എത്തുള്ളൂ. അപ്പോൾ തിയേറ്ററുകളിലെ കുറച്ച് കുറവുകളുണ്ട്. ഒരുപാട് നല്ല സിനിമകളും ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ സിനിമ തെരഞ്ഞു പിടിച്ച് പോയി കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പല സ്റ്റേഷനുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇപ്പോൾ നല്ല സിനിമയെന്ന് അറിയപ്പെട്ടത് ഇന്നിപ്പോൾ ഒരു 10 സ്റ്റേഷനോളം ഇന്ന് കൂടിയുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ കുറച്ച് ഷോസും കൂടിയുണ്ട്. ഇന്നും എക്സ്ട്രാ ഷോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അടുത്തടുത്ത തിയേറ്ററുകളിൽ പോയി കണ്ട് സിനിമ വിജയിപ്പിക്കണം. കാരണം ഈ സിനിമ പുറത്തിറക്കാൻ ഞങ്ങൾ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. ഞങ്ങൾ അത്രയ്ക്കധികം പൊരുതി നേടിയതാണ് ഈ സിനിമ. ഒരു കൊച്ചു സിനിമയാണ്, ഭയങ്കരമായിട്ട് അവകാശപ്പെടാനൊന്നുമില്ലാത്തൊരു ചെറിയ ലവ് സ്റ്റോറി. അതിൽ ഞങ്ങൾ ഒരു മെസ്സേജ്, ഒരു ആശയം പങ്കുവെക്കുന്നത് അതിനോടുള്ള എതിർപ്പായിരുന്നു. ഇത് തടഞ്ഞു വെക്കാനും ഇത് ഇറങ്ങരുത് എന്ന് ഒരു വിഭാഗം തീരുമാനിക്കപ്പെടാനുണ്ടായ കാരണം അത് ഇന്നത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്നൊരു മെസ്സേജാണ്. ആ യുവതലമുറ ആ മെസ്സേജ് കാണരുത് എന്നായിരുന്നു ഇത് തടഞ്ഞു വെക്കപ്പെട്ടവരുടെ ഉള്ളിലെ ആവശ്യം. അപ്പോൾ നിങ്ങൾ അടുത്ത തിയേറ്ററുകളിൽ ഈ സിനിമ ഇപ്പോൾ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വിജയകരമായി. അത് ഒന്നും കൂടി എല്ലാവരും പോയി കണ്ട് അതിനെ തക്കതായ വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ഒരു അപേക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ നായകൻ്റെ കയ്യിൽ കൊടുക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയാണ്, റഫീഖ് ഭായി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തലേന്ന് കുറച്ച് NOCയുടെ ഡിലേ ആണ്. നമുക്ക് തിയേറ്റേഴ്സ് കംപ്ലീറ്റ്ലി നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. നമുക്ക് നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു വെച്ചിരുന്ന തിയേറ്റേഴ്സിൽ പോലും നമുക്ക് പടത്തിൻ്റെ ലൈസൻസിങ് അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് എത്തിക്കാൻ പറ്റിയില്ല. അതിന് കാരണം നമുക്ക് വളരെ വൈകി കിട്ടിയ സെൻസർ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷെ നമുക്ക് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, വാട്ടർ. സോ നമുക്ക് ഇന്നലെ നമുക്ക് പറ്റുന്ന അത്രയും തിയേറ്റേഴ്സിൽ സിനിമ ഇറക്കിയ എല്ലാ സ്റ്റേഷനിലും ഞാനിപ്പോൾ പേഴ്സണലി കുറച്ച് സ്ഥലത്ത് തിയേറ്റേഴ്സിനും പോയിരുന്നു. അവിടെ നിന്ന് എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി. കാണാൻ കഴിയുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ട് ഇന്നിപ്പോൾ പറഞ്ഞ പോലെ 10 തിയേറ്റേഴ്സ് ഇന്ന് കൂടിയിട്ടുണ്ട്. നമുക്ക് ഫ്രൈഡേ വരെയാണല്ലോ എല്ലാ പടത്തിൻ്റെ എഗ്രിമെൻറ്റ്സ്. അപ്പോൾ നാളെ മുതൽ കുറച്ചും കൂടെ തിയേറ്റേഴ്സ് കൂടുന്നുണ്ട്. ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 35 ഷോയാണ് എക്സ്ട്രാ കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇത് കൂടുതലും പ്രേക്ഷകരിലേക്ക് എത്തി കാണാത്തവരും സിനിമ കണ്ട് തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന എല്ലാ മെറ്റീരിയലുള്ള അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. അത് എല്ലാ കാലത്തും റെലവൻ്റ് ആയൊരു മെസ്സേജാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അതെല്ലാവരും ജനങ്ങൾ കണ്ടിട്ടാണ് ഇനി ബാക്കി പറയേണ്ടത്. നമ്മൾ നമ്മളെ പറ്റി പറയുന്നതിനേക്കാളും ജനങ്ങളാണ്, കണ്ട ജനങ്ങളും കാണുന്ന പ്രേക്ഷകന്റെയാണ് സിനിമ. നമ്മൾ സിനിമ ചെയ്യുന്നവരെ നമ്മളുടെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞ് പ്രേക്ഷകർ തീരുമാനിക്കുന്നതാണ് സിനിമയുടെ എന്തും. സോ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനും സിനിമ ഇറങ്ങിയത് അറിയിക്കാനും കൂടിയാണ് നമ്മൾ ഈ പ്രസ് മീറ്റിന് വരാനുള്ള കാരണം. സോ എന്തായാലും വളരെ സന്തോഷം. ഇനി ആരാണ് സാക്ഷി? Hello. I really hope that you all are enjoying the film. I was not in Kochi yesterday, but I've seen Shane visiting theaters and people have been responding really well. I'm really, really happy. This is my first love story and people are positively responding to it. So we really hope that over the weekend, more and more people will come and watch Hal because they will spread honest reviews and everyone has worked really, really hard on it. So it just feels very grateful and very overwhelming to see such a positive response from Malayalam people. Thank you. സിനിമയെക്കുറിച്ച് പറയാനുള്ള എല്ലാ കാര്യങ്ങളും റഫീഖ് ഭായും ഷെയ്നും നിഷാദൊക്കെ സംസാരിച്ചു. അപ്പോൾ ഓരോ കാലഘട്ടത്തിനും അനിവാര്യമായ സിനിമ അല്ലെന്നുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിനും ഷെയ്ൻ ഉപയോഗിച്ച വാക്ക് കടമെടുക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള സിനിമ എന്ന് പറയുന്നതാണ് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി തടസ്സങ്ങൾ വരിക എന്നുള്ളത് അതും അതിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ ഒരുപാട് കോടതി വിധികൾ, അതിൻ്റെ ഒരു വ്യക്തമായിട്ട് റിലീസ് ഡേറ്റ് പരിധി നടക്കുന്ന ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ടീം, അതിൻ്റെ കറക്റ്റ് ഏത് സമയത്ത് ആര് കൊണ്ട് കേസ് കൊടുക്കും, പിന്നെ ആര് അപ്പീൽ പോകും, ഈ അപ്പീലിൽ നമുക്ക് എങ്ങനെ നമ്മളെ തരണം ചെയ്യാം. വക്കീൽ ഓഫീസ് നമ്മൾ പണ്ട് ശനിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരിടത്ത് പാല് കാച്ചൽ എന്ന് പറഞ്ഞതിന് അത്രയും ബുദ്ധിമുട്ടി ഇറക്കിയൊരു സിനിമയാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും പ്രേക്ഷകൻ അറിയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ തന്നെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ആ വേർഡിക്റ്റ് മാത്രം നമ്മൾ കണ്ടെടുത്താൽ മതി. പക്ഷെ ഇന്നലെ ഷെയ്നോടൊപ്പം പല തിയേറ്ററിലും പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട്, പിന്നെ അവരെയൊന്നും അഭിനയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ചിരിച്ച് അങ്ങനെ എല്ലാവരും ആർട്ടിസ്റ്റായിട്ട് മാറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഈ ഷെയ്ന് ഉള്ള പ്ലസും മൈനസും എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇടിച്ചു കയറി അങ്ങനെ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയൂ എന്നൊന്നും പറയാനുള്ള അങ്ങനെയൊന്നും വെച്ചാൽ ഇറങ്ങൂടാ. വെച്ചാൽ കുമ്പളങ്ങി നൈറ്റ്സിലെ ബോണിയുടെ വേറൊരു പകർപ്പാണ്. ബോണിയല്ല ബോബി. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് നല്ല സിനിമകൾ കണ്ടവരൊക്കെ പറഞ്ഞത്. പിന്നെ ഒരു 35 ഷോസൊക്കെ അഡീഷണൽ കിട്ടുക എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വരുത്തിക്കാനും പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് കയറിയാലേ പറ്റുള്ളൂ. അപ്പോൾ എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ഇന്ന് മുതൽ ഈ ആഴ്ച മുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. അത് കൂടുതൽ കളക്ഷനിലോട്ടും കൂടുതൽ ഫുട്ഫോൾസിലോട്ടും മാറി ബാക്കിയുള്ള വിജയിച്ച സിനിമകളോടൊപ്പം തന്നെ നമ്മുടെ പടവും കൂടി അന്ന് ഈ ക്രിസ്മസും ന്യൂ ഇയറും വളരെ ഹാപ്പി ആയിട്ട് അതിന് മുമ്പോട്ട് പോകാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് നന്ദഗോപൻ. ഞാൻ ഈ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ ഇന്നലെ തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പോൾ വളരെയധികം നല്ല റെസ്പോൺസസ് കിട്ടി, നല്ല സന്തോഷം തോന്നി. നല്ലൊരു റൊമാൻറ്റിക് എൻ്റർടൈനറാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. എനിക്ക് അധികമൊന്നും പറയാനില്ല, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നാണ് ഈ സിനിമ ഇന്നലെ റിലീസായതും. അപ്പോൾ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോൾ തന്നെ അവിടെ ഇന്നലെ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞ കാര്യം, പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് കാണിച്ചു തന്നു എന്നുള്ളതാണ്. വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവരും നല്ല റെസ്പോൺസാണ് പറയുന്നത്. ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ, എന്നെ ഈ സിനിമയിൽ തിരഞ്ഞെടുത്തതിൽ അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഇനിയും കാണാത്തവർ സിനിമ കാണുക, കണ്ടവർ കാണാത്തവരോട് കാണാൻ പറയുക. അപ്പോൾ എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ നന്ദി, നമസ്കാരം.
അതുപോലെ തന്നെ ഞങ്ങളെ ഈ കേസിൻ്റെ കാലയളവിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് മാധ്യമങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. ഒരു 3-3.5 മാസം ഡെയിലി ഈ കേസിനെ കുറിച്ച് അപ്ഡേറ്റ്, ആ മാധ്യമ ശ്രദ്ധ അറിഞ്ഞു കൊണ്ടായിരിക്കാം നമുക്ക് നല്ലൊരു വിധി വന്നതും. ഇത്രയും ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും പിടിച്ചു പറ്റിയ കേസാകുമ്പോൾ വിധി പറച്ചിലിനും കുറച്ച് നീതി കൂടാറുണ്ട്. ആ രീതിയിൽ സെൻസർ ബോർഡും കോടതി വിധിയും എല്ലാം ഒരുവിധം ഈ സിനിമയ്ക്ക് അനുകൂലമായത് വന്നത്. ഇതേമാതിരി എല്ലാ മാധ്യമങ്ങളും, ഈ ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ, ഈ മുഖ്യധാര മാധ്യമങ്ങളായിട്ടുള്ള മീഡിയ വൺ, റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ്, എല്ലാവരും ഒരുപാട് കട്ടക്ക് കൂടെ നിന്നിട്ടാണ് ഞങ്ങളെ വിജയത്തിലേക്ക്, ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന വിജയം അതിലേക്ക് പങ്കുവച്ചതും നയിച്ചതും. അവരെ എല്ലാവർക്കും അക്കമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആ തിയേറ്ററിൽ എത്തിയിട്ട് ഫസ്റ്റ് റെസ്പോൺസ് എന്നുള്ള രീതിയിൽ ഇന്നലെ നടന്ന ഷോകൾ, പല ഷോകളും അറിയാതെ എത്തിപ്പെട്ടവരാണ്. അവരെല്ലാവരും പങ്കുവച്ച റിവ്യൂകൾ പ്രകാരമാണ് ഈ സിനിമ ഇപ്പോൾ നേടിയിട്ടുള്ള ഈ വിജയം. അപ്പോൾ അതിനും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും പോയി കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആവാം.